ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 91ാമത്തെ പാർട്ടാണ്. കമൻ്റ് ഇടുന്നതിൽ ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ദത്തൻ രാവിലെ സ്റ്റേഷനിലേക്ക് പോയത് മുതൽ വർണ്ണ 1 മണിക്കൂർ കൂടുമ്പോൾ വിളിക്കാൻ തുടങ്ങിയതാണ്. എപ്പോഴാ വരിക എന്ന് ചോദിച്ച്. രാവിലെ വരുമ്പോൾ വർണ്ണയെ അമ്മയുടെ വീട്ടിലാക്കിയിട്ടാണ് ദത്തൻ സ്റ്റേഷനിലേക്ക് വന്നത്. ഈ ഫയലുകളെല്ലാം ക്ലിയർ ആയാൽ ഉടൻ പാലക്കൽ എക്സ്പോർട്ടിംഗ് സെഷനിൽ ഒരു റെയ്ഡ് നടത്തണം. ഒരു ലൂപ്പ് ഹോൾ പോലും ഇല്ലാത്ത തരത്തിൽ സ്ട്രോങ് FIR ആയിരിക്കണം. യെസ് സാർ. കൂടിപ്പോയ 2 ദിവസം, അതിനുള്ളിൽ എല്ലാം ക്ലിയർ ആക്കാം. ഓക്കെ, സേതുരാമൻ പോയിക്കോളൂ. അയാൾ പോയതും ദത്തൻ ചെയറിലേക്ക് ചാരിയിരുന്നു. മേ ഐ കമ്മിൻ സർ? യെസ് കമ്മിങ്. ഞാൻ പറഞ്ഞ കേസുകളുടെ ഫയൽ തിരഞ്ഞെടുത്തോ കാശിനാഥൻ? യെസ് സാർ, ഇതാണ് ഫയൽസ്. ഗുഡ്. ഇത് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി ആക്ഷൻസ് നമുക്കെടുക്കാം. അവനത് പറഞ്ഞിട്ടും കാശിനാഥൻ പോകാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ദത്തൻ സംശയത്തോടെ ഫയലിൽ നിന്നും തല ഉയർത്തി നോക്കി. എന്താ കാശിനാഥൻ? അത് സാർ, അത് പിന്നെ. എന്താടോ? സാർ എന്തിനാ പാലക്കൽ ഗ്രൂപ്പിലെ ഇല്ലീഗൽ ബിസിനസ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ സേതുരാമനെ ഏൽപ്പിച്ചേ? അതിനെന്താ? പറയുന്നുകൊണ്ടൊന്നും തോന്നരുത്. കാര്യം നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്നവനാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. അയാളൊരു ചെറ്റയാ. കുറച്ച് പൈസ കൊടുത്താൽ എന്നും ചോർത്തി കൊടുക്കും. ആണോ? ദത്തൻ അറിയാത്ത പോലെ ചോദിച്ചു. അതെ സാർ. എന്നാൽ നമുക്കതൊന്നും അറിയണമല്ലോ. താൻ എന്തായാലും പോയിക്കോളൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഓക്കെ സാർ. കാര്യങ്ങളൊന്ന് സൂക്ഷിച്ചും കണ്ട് ചെയ്യണം. സാർ ഇവിടെ പുതിയ ആളാണല്ലോ. ദത്തനൊന്ന് മൂളിയതും അയാൾ പുറത്തേക്ക് നടക്കാനൊരുങ്ങി. കാശിനാഥ, ഞാനിവിടെ പുതിയ ആളായിരിക്കാം, പക്ഷേ ഇവിടെയുള്ളവരെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ദത്തനൊന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. ഇപ്പം കാര്യങ്ങൾ മനസ്സിലായി സാർ. ദേവദത്തൻ IPS ഞാൻ വിചാരിച്ചതിലും സ്മാർട്ടാണ്. കാശിനാഥൻ അത് പറഞ്ഞ് പുറത്തേക്ക് പോയി. ദത്തൻ കണ്ണുകൾ അടച്ച് ചെയറിലേക്ക് ചാരിയിരുന്നു. ഇതിനോടകം എല്ലാം തൻ്റെ ചെവിയിലെത്തിയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം ചന്ദ്രശേഖര. അതിനു വേണ്ടിയാണ് എൻ്റെ ഈ കളികളും. ദത്തൻ പുച്ഛച്ചിരിയോടെ പറഞ്ഞു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തും ദത്തൻ ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന ഫോൺ എടുത്തു. ഡിസ്പ്ലേ തെളിഞ്ഞ പേര് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. പറ കുഞ്ഞേ, എപ്പോഴാ വരിക? എൻ്റെ കുഞ്ഞെ, നീ ഇത് എത്രാമത്തെ തവണ വിളിക്കണേ? ഞാൻ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞതല്ലേ. വേഗം വരണേ ഉമ്മ. വർണ്ണ വേഗം കോള് കട്ട് ചെയ്തു. ദത്തനൊരു പുഞ്ചിരിയോടെ തൻ്റെ വർക്കുകളിലേക്ക് കടന്നു. വൈകുന്നേരം 6 മണിയോടെ അവർ നാട്ടിലേക്ക് പുറപ്പെട്ടു. അവരുടെ ഒപ്പം ആമിയും ഉണ്ടായിരുന്നു. ശ്രീയേട്ടാ, നിമ്മി വാതിലിനരികിൽ നിന്ന് വിളിച്ചു. എന്താ നിമ്മി അവിടെ തന്നെ നിന്നെ? അകത്തേക്ക് വാ, ശ്രീ പറഞ്ഞു. ശ്രീ മടിയിലേക്ക് ലാപ്ടോപ്പും കയറ്റി വെച്ച് ബെഡിലേക്ക് വെച്ചു. ശ്രീയേട്ടനെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? നിമ്മി ഒരു മടിയോടെ ചോദിച്ചു. എന്തേ? ഇന്ന് വൈകുന്നേരം പുറത്തു പോയപ്പോൾ നാളത്തെ ബർത്ത്ഡേക്ക് ഭദ്രയ്ക്കും ശീലുവിനും വാങ്ങിയ ഗിഫ്റ്റാണിത്. ഇത് എവിടെയെങ്കിലും ഒന്ന് വെക്കിയോ? അതെന്താ, ഇത് വെക്കാനുള്ള സ്ഥലം നിമ്മയുടെ റൂമിലില്ലേ? ശ്രീ കുസൃതിയോടെ ചോദിച്ചു. അതല്ല, ഇതെൻ്റെ റൂമിൽ വെച്ച് ആ പിള്ളേർ കണ്ടുപിടിക്കും. പാർവതി ചേച്ചിയുടെ റൂമിൽ വെച്ചാലും അത് തന്നെ സ്ഥിതി. ഈ റൂമിലാകുമ്പോൾ അവൾ പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. ശ്രീയേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞ ശ്രീ അവളുടെ കയ്യിലെ കവർ വാങ്ങി കബോർഡിനുള്ളിൽ ഒരു ഷെൽഫിലേക്ക് വെച്ചു. ഇതിന് ലോക്കർ ചാർജ് തരണട്ടാ, വെറുതെ ഒന്നും സൂക്ഷിക്കാൻ പറ്റില്ല. ശ്രീ അത് പറഞ്ഞത് നിമ്മി ഒന്ന് ചിരിച്ചു. ശ്രീയേട്ടൻ തിരക്കിലായിരുന്ന? ബെഡിൽ പരന്ന് കിടക്കുന്ന ഫയലിലേക്കും പേപ്പറിലേക്കും നോക്കി അവൾ ചോദിച്ചു. നമ്മളൊക്കെ പാവങ്ങള്, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല. ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ അവർക്ക് ലോകത്തില്ലാത്തൊരു ജാടയും. അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞ് ടേബിളിന് മുകളിലെ ബോട്ടിലെടുത്തു. ഇതും കാലിയായ? ഞാൻ വെള്ളം കൊണ്ടുവരാം. അത് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ നിന്ന ശ്രീയുടെ കയ്യിൽ നിന്നും ബോട്ടിൽ വാങ്ങിക്കൊണ്ട് നിമ്മി താഴേക്ക് പോയി.
ശ്രീ തൻ്റെ വർക്കുകൾ തുടർന്നു. താഴേക്ക് പോയി നിമ്മി ഒരു ബോട്ടിൽ വെള്ളവും ഗ്ലാസുമായി വരുന്നത് കണ്ട് ശ്രീ സംശയത്തോടെ അവളെ അവളുടെ കയ്യിലേക്ക് മാറി മാറി നോക്കി. വർക്ക് ചെയ്യുന്നതല്ലേ, കുറച്ച് എനർജി കിട്ടട്ടെ. അവൾ ജ്യൂസ് കൊടുത്തു. ശ്രീ അത് കുടിച്ചുകൊണ്ട് വീണ്ടും ലാപ്ടോപ്പിലേക്ക് ഇരുന്നു. നിമ്മി അടുത്തുള്ള ചെയറിൽ അവനെ നോക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് ശ്രീ ജ്യൂസ് മൊത്തം കുടിച്ച് അവൾക്ക് ഗ്ലാസ് തിരിച്ചു കൊടുത്തു. നിമ്മി അത് വാങ്ങി പുറത്തേക്ക് നടന്നു. അതെ, ഇനി ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ട, മൺഡേ മുതൽ ഞാൻ ഓഫീസിലേക്ക് വരാം. അത് പറഞ്ഞ് അവൾ പുറത്തേക്ക് നടന്നു. എൻ്റെ പിള്ളേരെ, അവർ വരാറാവുന്നേ ഉള്ളൂ. 6 മണിക്ക് തുടങ്ങി ഇരിപ്പല്ലേ ഇത്. ഉമ്മറത്തെ സ്റ്റെപ്പിൽ താടിക്കും കൈ കൊടുത്തിരിക്കുന്ന ഭദ്രയും ശീലുവിനെ കണ്ട് അമ്മ പറഞ്ഞു. അവരിപ്പോൾ വരും. ശീലു അത് പറഞ്ഞപ്പോഴേക്കും ദത്തൻ്റെ കാറ് മുറ്റത്തേക്ക് വന്ന് നിന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ വർണ്ണ ശീലുവിനെയും ഭദ്രയെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. മൂന്നിൻ്റെയും ബഹളം കേട്ട് തറവാട്ടിലുള്ള എല്ലാവരും പുറത്തേക്ക് വന്നിരുന്നു. കാറിൻ്റെ ഉള്ളിലെ ബാഗും മറ്റും എടുത്ത് ആമയും ദത്തനും അകത്തേക്ക് വന്നു. ആമയും വർണ്ണയും കൂടെ വന്നതും മൊത്തത്തിൽ തറവാട് ഒരു ഉത്സവ പറമ്പായി മാറിയിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. എന്തേ? കുറേ നേരമായി തൻ്റെ റൂമിൽ മുന്നിൽ ചുറ്റിത്തിരിയുന്ന ഭദ്രയും ശീലുവിനെയും കണ്ട് ദത്തൻ ചോദിച്ചു. ഏട്ടൻ വാതിലടച്ച് കിടന്നോട്ടാ, വർണ്ണയിന്ന് ഞങ്ങളുടെ കൂടെയാ. ഭദ്ര പറഞ്ഞു. ദത്തൻ നെറ്റി ചൊളിച്ചു. വർണ്ണയ്ക്ക് ഏട്ടനോട് വന്ന് പറയാനുള്ള പേടി കൊണ്ടാ ഞങ്ങളെ പറഞ്ഞയച്ചേ. ഞാനും ശീലുവും പാറു ചേച്ചിയും നിമ്മി ചേച്ചിയും തെച്ചു ഏട്ടത്തി ആമി ചേച്ചി ഒരു റൂമിലാ, വർണ്ണ അവിടെയാ. അവള് സമ്മതിച്ചാ? ഞാൻ ചോദിച്ചു നോക്കട്ടെ. വേണ്ട, ഏട്ടൻ ചോദിക്കണ്ട. ഇപ്പം തന്നെ അവൾ പാതി മനസ്സിലാ. ഇനി ഏട്ടൻ വന്നാൽ അവൾ മനസ്സ് മാറ്റി ഏട്ടൻ്റെ ഒപ്പം വരും. ഏട്ടൻ കിടന്നോ? അത് പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ അവർ താഴേക്ക് പോയി. അവരുടെ പോക്ക് കണ്ട് ചിരിച്ച് ദത്തൻ ലാപ്ടോപ്പ് എടുത്ത് ബെഡിലേക്ക് വന്നിരുന്നു. വർണ്ണയ്ക്ക് ഒട്ടും മനസ്സിലെങ്കിലും എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടാണ് അവൾ അവരുടെ ഒപ്പം കിടന്നത്. 2-3 ബെഡുകൾ താഴെ ഒരുമിച്ചിട്ടാണ് എല്ലാവരും കൂടെ നിരന്ന് കിടന്നത്. കുറച്ചു നേരം സംസാരിച്ചും പ്രേത കഥകളും എല്ലാം പറഞ്ഞ് ഒരുപാട് വൈകിയാണ് എല്ലാവരും ഉറങ്ങിയത്. കയ്യിൽ ആര് തട്ടി വിളിക്കുന്ന പോലെ തോന്നിയ ദർശന കണ്ണ് ചിമ്മി തുറന്നു. നോക്കുമ്പോൾ ബെഡിൽ ഇപ്പോൾ കരയെന്ന രീതിയിൽ എഴുന്നേറ്റിരിക്കുന്ന വർണ്ണയാണ് കണ്ടത്. എന്തേ? ദർശന ചോദിച്ചു. എനിക്ക് എൻ്റെ ദത്തനെ കാണണം. അവൾ കരയാൻ തുടങ്ങിയിരുന്നു. അയ്യോ, അതിനിങ്ങനെ കരയല്ലേ. എന്നെ അവൻ്റെ അടുത്തേക്ക് ഒന്ന് ആക്കിത്തരും, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ദർശനയ്ക്ക് ചിരി വന്നിരുന്നു. ഇത്രയും സങ്കടമുള്ള ആള് പിന്നെ എന്തിനാ ഇവിടേക്ക് വന്നേ? അവിടെ കിടക്കായിരുന്നില്ലേ? എനിക്ക് അവൻ്റെ അടുത്ത് പോകണേട്ടത്തി, ഒന്നാക്കിത്തായോ പ്ലീസ്. വാ. അവൾ വർണ്ണയും കൂട്ടി പുറത്തേക്ക് നടന്നു. അന്ന് അഭിജിത്തിൻ്റെ പ്രശ്നത്തിന് ശേഷം വർണ്ണയ്ക്ക് ഒറ്റയ്ക്ക് പേടിയായിരുന്നു. ഇനി ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളൂ ഏട്ടത്തി പൊക്കോ. സ്റ്റെയറിൻ്റെ അരികിലെത്തിയതും വർണ്ണ പറഞ്ഞു. ദർശനം തലയാട്ടി ചിരിച്ച് നടന്നതും വർണ്ണ സ്റ്റെയർ ഓടിക്കയറി. റൂമിൻ്റെ മുന്നിലെത്തിയ വർണ്ണ ചാരിയിട്ട വാതിൽ പതിയെ തുറന്ന് ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി. ദത്തൻ ജനൽ കമ്പിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. വർണ്ണ പമ്മി പമ്മി അവൻ്റെ അരികിൽ വന്ന് എത്തി. അവൾ ഒന്ന് ഉയർന്ന് അവൻ്റെ കാതിലായി വിളിച്ചതും അവൻ പുഞ്ചിരിയോടെ തിരിഞ്ഞു. നീ പേടിച്ചില്ലേ ദത്ത? ഇല്ല. എന്താ പേടിക്കാത്തേ? നിന്നെ പേടിപ്പിക്കാനല്ലേ ഞാൻ മിണ്ടാതെ പിന്നിൽ വന്ന് വിളിച്ചേ. നിന്റെ ഹസ്കി വോയിസിലുള്ള ദത്ത വിളി കേട്ട പേടിയല്ല, വേറെ ചിലതാ തോന്നാ. ദത്തൻ വീശ പിരിച്ചുകൊണ്ട് അവളുടെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അവൻ്റെ മുഖം തന്നിലേക്ക് അടുത്ത് വന്ന് വർണ്ണ കണ്ണുകൾ ഇറുക്കി അടച്ചു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ദത്തൻ്റെ ഒരനക്കം ഇല്ലാതെ വർണ്ണ കണ്ണു തുറന്നു. താഴെ അവരുടെ കൂടെ കിടക്കാന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇവിടേക്ക് വന്നേ? ദത്തൻ ചുമരി ചരിയുന്നുകൊണ്ട് ചോദിച്ചു. എനിക്ക് എൻ്റെ ബെഡിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ, ആൾ പുച്ഛത്തോടെ പറഞ്ഞു. ആണോ? ദത്തൻ ഒറ്റപ്പുരുക ഉയർത്തി ചോദിച്ചു. അതെ. ഓക്കെ. അത് പറഞ്ഞ് ദത്തൻ ഡോർ ലോക്ക് ചെയ്ത് അവളുടെ അരികിലേക്ക് വന്നു. എന്തിനാടാ കരഞ്ഞേ?
അവളുടെ കൺപീലയിൽ തങ്ങി നിന്ന കണ്ണീർത്തുള്ളി കൊണ്ട് ദത്തൻ ചോദിച്ചു. അതിന് ഞാൻ കരഞ്ഞില്ലല്ലോ. ഇല്ലേ? അവളുടെ ഇരുമേകളിൽ ഉമ്മ വെച്ച് അവൻ ചോദിച്ചു. എനിക്ക് സങ്കടം വരും നിന്നെ കാണാൻ തോന്നുന്നു. പിതിമ്പി പറയുന്ന അവളെ കണ്ട് ദത്തൻ്റെ ഹൃദയം പിടഞ്ഞു. അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു. ഞാൻ കടിച്ച് തിന്നട്ടടി ഈ കുഞ്ഞിപ്പെണ്ണിനെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അവളുടെ കവിളിയിലായി പതിയെ കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും വർണ്ണ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. ദത്തൻ അവളെ ഇരു കൈകൾ കൊണ്ട് എടുത്ത് ബെഡിലേക്ക് കിടത്തി. ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ലാമ്പ് ഓൺ ചെയ്ത് അവളുടെ അരികിലേക്ക് വന്നു. ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ എൻ്റെ പെണ്ണിനെ. എൻ്റെ കുട്ടിക്ക് ഇത്രയും ദിവസം ക്ലാസ് ഉള്ള കാരണം എല്ലാം പെൻഡിങ്ങിലായിരുന്നു. ദത്തൻ ഷർട്ടിൻ്റെ ഓരോ ബട്ടണുകളായി അഴിച്ച് വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. അവൻ്റെ ആ നോട്ടം താങ്ങാനാവാതെ വർണ്ണ കണ്ണുകൾ അടച്ചു. ദത്തൻ അവൾക്ക് മുകളിലായി ഇരു കൈകളും കുത്തി നിന്നു. ശേഷം അവൾക്ക് ഭാരമാകാത്ത രീതിയിൽ അവളുടെ മേലേക്ക് അമർന്നു. പതിയെ അവളുടെ അധരങ്ങളെ സ്വന്തമാക്കി വളരെ മൃദുവായി അവളുടെ കീഴ്ചുണ്ടിനും മേൽചുണ്ടിനും മാറി മാറി നുകർന്നു. എൻ്റെ കുട്ടി ഇത്ര പെട്ടെന്ന് ക്ഷീണിച്ചോ? കേതപ്പടക്കാൻ പ്രയാസപ്പെടുന്ന വർണ്ണയെ നോക്കി അവൻ ചോദിച്ചു. അവൾ അതേ എന്നും അല്ല എന്നും തലയാട്ടി. അത് കണ്ട് ദത്തൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. കുറച്ച് കഴിഞ്ഞ് അവൾ ഓക്കെ എന്ന് നോക്കിയതും ദത്തൻ അവളുടെ ഷർട്ടിൻ്റെ ഓരോ ബട്ടണായി കടിച്ചെടുത്ത് ഷർട്ട് ഊരി താഴേക്ക് എറിഞ്ഞു. പതിയെ അവൻ്റെ ചുംബനങ്ങൾ കൊണ്ട് അവളുടെ പെണ്ണിനെ ഉണർത്തി. ഇരുവരുടെയും ശരീരങ്ങൾ വിയർത്തൊഴുകി. അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. അവസാനം തളർന്നു കിടന്ന തൻ്റെ പാതിയെ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ക്ഷീണിച്ചോടാ? ദത്തൻ അവളുടെ വിയർപ്പിനാൽ പടർന്ന സിന്ദൂര രേഖയിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു. മറുപടിയായി അവൾ അവൻ്റെ കഴുത്തിലായി കടിച്ചു. ഇതേ പെണ്ണെ, വെറുതെ കളിക്കാൻ നിൽക്കണ്ട. അത് നിനക്ക് താങ്ങാൻ കഴിയില്ല. നിനക്കൊരു നാണില്ലേ ദത്ത? എനിക്കെന്തിനാ നാണം? എൻ്റെ റൂം, എൻ്റെ ബെഡ്, എൻ്റെ ഭാര്യ. അവൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. എനിക്ക് എത്ര സ്നേഹിച്ചിട്ടും കൊതി തീരുന്നില്ലടാ. അത്രയ്ക്കും ഇഷ്ടമാണ്, അത്രയ്ക്കും പ്രണയ പെണ്ണ് നിന്നോട്. ഒരിക്കലും അവസാനിക്കാതെ ദത്തൻ്റെ പ്രാന്തമായ പ്രണയം. വർണ്ണ ഒന്ന് ഉയർന്ന് അവൻ്റെ ചുണ്ടുകളിലേക്ക് തൻ്റെ അധരങ്ങൾ ചേർത്തു. ഈ സ്നേഹം ഒരിക്കലും കുറയല്ല ദത്ത. അതിന് ഈ ദേവദത്തം മരിക്കണം. എൻ്റെ ഓരോ നിശ്വാസത്തിൽ പോലും നീ മാത്രമാണ് നിറഞ്ഞു നിൽക്കണേ. ആ നീ ഇല്ലെങ്കിൽ പിന്നെ ഈ ദേവദത്തം ഉണ്ടോടാ പൊന്നെ? ദത്ത പാട്ട്, അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഇല്ല. അല്ലെങ്കിൽ സുമൃത ചേച്ചി. വേണ്ട, ഞാൻ പാടാം. അവളെ തടഞ്ഞുകൊണ്ട് ദത്തം പാടി. അവളെ ചേർത്ത് പിടിച്ച് അവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് അവൻ പാടാൻ തുടങ്ങി. നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോൾ നീ എനിക്കായി കാത്തു നിന്നില്ലേ? നീ എൻ്റെ സ്വപ്നമല്ലേ, നീ എൻ്റെ സ്വർഗമല്ലേ, പൂത്തരാവല്ലേ, എൻ്റെ പൂന്തളിരല്ലേ, പൂത്തരാവല്ലേ, എൻ്റെ പൂന്തളിരല്ലേ. എന്തിനാടാ ഈ ട്രാജഡി സോങ് പാടുന്നത്? ഇത് ലവ് ഫെയിലിയർ അല്ല. ആരാ പറഞ്ഞേ? കേൾക്കുന്ന ആളുടെ മൂഡ് പോലെയാണ് ഓരോ സോങ്ങും ഹാപ്പി ആവുന്നതും സാഡ് ആവുന്നതും. ഓ തുടങ്ങി കളവൻ തത്വം പറയാൻ. അവൾ ചെവി പൊത്തിപ്പിടിച്ചു. ആരടി കളവൻ? ആരാന്ന്? അവളുടെ നഗ്നമായ പുറത്തിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ കുസൃതിയോടെ ചോദിച്ചു. ദേദത്ത വേണ്ടാട്ടാ. എന്ത് വേണ്ടാന്ന്? അവൻ അവളുടെ പിൻകഴുത്തിലേക്ക് മുഖം ചേർത്തു. അവൻ്റെ കൈകൾ അവളുടെ കുസൃതി ഓടി നടന്നു. സോറിഡാ, ഐ കാൺ കൺട്രോൾ.
വശ്യമായ രീതിയിൽ പറഞ്ഞ ദത്തൻ വീണ്ടും അവളിലേക്ക് പടർന്നു കയറി. വർണ്ണമോളോ, വർണ്ണേ. വാതിൽ തട്ടിയുള്ള വിളി കേട്ടാണ് ദത്തൻ കണ്ണു തുറന്നു. ഡി വർണ്ണേ, എണി, വാതിൽ തുറക്ക്. ഡി വർണ്ണേ, വാതിൽ തുറന്നേ. വാതിൽ ശക്തമായി തട്ടാൻ തുടങ്ങിയ ദത്തൻ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. വർണ്ണേ, എന്തുറക്കത്? ഏട്ടാ, വാതിലൊന്ന് തുറന്നേ. ശീലും അതിനും ഡോറി തട്ടി വിളിക്കാണ്. എന്റെ ഈശ്വര. ദത്തൻ വേഗം താഴെ നിന്നും മുണ്ടെടുത്തെടുത്തു. കുഞ്ഞെ, എണീക്കടി. ദത്തൻ വർണ്ണയെ തട്ടി വിളിച്ചെങ്കിലും വർണ്ണ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. ദത്തൻ്റെ പൊന്നു മോലല്ലടാ, ഒന്ന് എണീക്ക്, പുറത്ത് ഭദ്രശീലമുണ്ട്. രണ്ടും കിടന്ന് അലറി വിളിക്കാം. ഇനിയും വാതിൽ തുറന്നില്ലേ തറവാട്ടിലുള്ളവർ ഓടിക്കൂടി എണീക്കടാ. എനിക്ക് വയ്യ ദത്ത, ഞാൻ കുറച്ച് മുമ്പേ അല്ല ഉറങ്ങിയ, എനിക്ക് ഉറങ്ങണം ദത്ത. എടാ പ്ലീസ് കുഞ്ഞ്, എണീക്ക്. നീയല്ലേ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ, എനിക്ക് ഉറക്കം വരണോ. വർണ്ണ കരയാൻ തുടങ്ങിയതും ദത്തനാകെ പെട്ട അവസ്ഥയിലായി. എടാ, എന്നെ എല്ലാവരുടെ മുന്നിൽ നാണം കടത്തില്ലടാ, എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാനും കൂടെ വയ്യ. സോറിഡി പ്ലീസ്. അത് പറഞ്ഞ് അവളുടെ മേൽ നിന്ന് തെന്നിമാറിയ ബെഡ്ഷീറ്റ് എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ദത്തൻ അവളെ എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ശേഷം കുറച്ച് വെള്ളം എടുത്ത് ഉറക്കം തൂങ്ങുന്ന അവളുടെ മുഖത്ത് തെളിച്ചു. അപ്പോഴും പുറത്ത് ഭദ്രയുടെ ശീലുവിൻ്റെ അലറി വിളി നടക്കുന്നുണ്ട്. ഇവിടെ നിൽക്കണേ കുഞ്ഞെ. ദത്തൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അവൾക്ക് മാറ്റാനുള്ള ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. എന്ത് നോക്കി നിൽക്കുക, ഡോർ ലോക്ക് ചെയ്ത് കുളിക്കാൻ നോക്ക് പെണ്ണേ. ദത്തൻ കൈ കൂപ്പിക്കൊണ്ട് ഡോർ അടച്ചു. വർണ്ണ ഉള്ളിൽ നിന്ന് ഡോർ ലോക്കാക്കിയെന്ന് ഉറപ്പിച്ച ശേഷം അവൻ ഡോറിൻ്റെ അരികിലേക്ക് നടന്നു. പെട്ടെന്ന് തിരിഞ്ഞ് താഴെ വീണ് കിടക്കുന്ന ഡ്രസ്സുകൾ വാരിക്കൂട്ടി ഒരു സൈഡിലേക്ക് ഇട്ട് ഓടിത്തിരിക്കുന്ന മുണ്ട് കൊണ്ട് മുഖമൊന്ന് തുടച്ചു. ദാ വരുന്നു, 10 മിനിറ്റ്. ദത്തൻ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് മുടിയൊന്ന് ശരിയാക്കി ശേഷം കഴുത്തിനും നെഞ്ചിലും പടർന്നു കിടക്കുന്ന കുങ്കുമം തുടച്ചു വന്ന് ഡോറ് തുറന്നു. വർണ്ണ എവിടെ? അവൾ കുളിക്കുക. ഇത്ര നേരത്തെ കുളിക്കുന്ന ശീലം അവൾക്കില്ലാലോ. ഏയ്, ക്ലാസ്സിൽ പോവാൻ തുടങ്ങിയപ്പോഴേ അവൾ നേരത്തെ കുളിക്കും. അവളെന്തിനാ രാത്രി ഇവിടേക്ക് വന്നേ? അത് താഴെ നല്ല ചൂടായിരുന്നു എന്ന്. ചൂടോ? AC റൂമിലോ? ആവോ, അവൾ അങ്ങനെയാ പറഞ്ഞേ. ദത്തൻ പരിഭ്രമം മറച്ചു വെക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങൾ അമ്പലത്തിൽ പോവാൻ പറഞ്ഞേ വിളിക്കാൻ വന്നതാ, ഡ്രസ്സുമായ വന്നിരിക്കണേ. കയ്യിലെ കവർ ഉയർത്തിപ്പിടിച്ച് ശീല് പറഞ്ഞു. ഇതെന്തേട്ടാ ഡ്രസ്സൊക്കെ താഴെ ഇട്ടിരിക്കണേ? ഭദ്ര താഴെ വീണ് കിടക്കുന്ന ദത്തൻ്റെ ഡ്രസ്സ് എടുത്ത് അവന് കൊടുത്തു. ഏട്ടൻ വരുന്നില്ലേ അമ്പലത്തിലേക്ക്? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. അപ്പോഴേക്കും ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങിയിരുന്നു. അതോടെ ദത്തന് പാതി ആശ്വാസമായി. എന്നാൽ നിങ്ങൾ പോയി റെഡിയാവുക. അത് പറഞ്ഞ ദത്തൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ നേരെ പോയത് പാർത്തിയുടെ റൂമിലേക്കാണ്. പാവം, അതുറങ്ങിയതേ ഉള്ളൂ, അല്ലെങ്കിൽ തന്നെ ഉറക്കപ്രാന്തിയാ. ഇനി ഇതുകൂടെ എന്താവോ എന്തോ. ദത്തൻ ഓരോന്നാലോചിച്ച് പാർത്തിയുടെ ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു. അവിടെ ഒന്നും സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നുറങ്ങണേ. ബാത്റൂമിൽ നിന്നും കുളിച്ചിറങ്ങിയ പാർത്തി ദത്തൻ്റെ കിടപ്പ് കണ്ട് ചോദിച്ചു. അവിടെ ആ പിള്ളേരും ഒന്ന് മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞു. അവൻ ഉറക്കച്ചടവി പറഞ്ഞു. സമയം 7:30 കഴിഞ്ഞല്ലോ, എന്നിട്ടും നിനക്ക് ഉറക്കം മതിയായില്ലേ? എണീറ്റേ മര്യാദയ്ക്ക്. പാർത്തി അവനെ തട്ടി വിളിച്ചു. എൻ്റെ പൊന്നു പാർത്തി, ഒരു അരമണിക്കൂർ ഞാനൊന്ന് ഉറങ്ങട്ടടാ, എനിക്ക് തീരെ വയ്യ. ഇങ്ങനെ ഉറങ്ങാൻ നീ എന്താ രാത്രി വല്ല ബാങ്ക് കുത്തി തുറക്കാൻ പോയാ? എണീക്കിടന്നാറി. എണീറ്റ് വേഗം കുളിച്ച് റെഡിയാവാൻ നോക്കാം, അമ്പലത്തിൽ പോകാനുള്ളതാ. നിങ്ങൾ പോയിട്ട് പോവാ, ഞാൻ എവിടേക്കും ഇല്ല. പോകുമ്പോൾ ആ വാതിൽ കൂടെ ചാരി ഇട്ടിട്ട് പോ. ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് തലവേനയാന്ന് പറഞ്ഞാൽ മതി. ഇതപ്പന്നെ ഇപ്പോഴല്ല നിൻ്റെ തലവേനയുടെ കാര്യം എനിക്ക് മനസ്സിലായത്. എന്തോന്നടാ ഇത്? ദത്തൻ്റെ പരന്ന് കിടക്കുന്ന കുങ്കുമം തുടച്ചു വെച്ച് ദത്തൻ്റെ പുറത്ത് പരന്ന് കിടക്കുന്ന കുങ്കുമം തുടച്ചുകൊണ്ട് പാർത്തി ചോദിച്ചു. മറുപടിയായി ദത്തൻ ഒരു വളിച്ച ചിരി ചിരിച്ചു. രാത്രി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, പൊന്നുമോ റെസ്റ്റ് എടുത്തോ, ഞാൻ പോവാ. പാർത്തി വേഗം ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് പോയി. അവൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹാളിൽ ധ്രുവി ഇരിക്കുന്നുണ്ട്.
അമ്പലത്തിലേക്കാണ് എന്ന് അവൻ്റെ വേഷം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പാറുവും ദർശനയും ശീലവും ഭദ്രയും പറഞ്ഞ് ആമയും നിമ്മിയും ശ്രീയും രാഗും റെഡിയായി വന്നതും അവർ അമ്പലത്തിലേക്ക് ഇറങ്ങി. അമ്പലത്തിൽ പോയി വന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കായിരുന്നു. കൂട്ടത്തിൽ ദത്തനെ കാണാതെ മുത്തശ്ശി അന്വേഷിച്ചെങ്കിൽ അവന് തലവേദനയാണെന്ന് പറഞ്ഞ പാർത്തി ഒഴിഞ്ഞു മാറി. മോളെ പാറു, പായസത്തിന് 4 ഗരപ്പാല് പിഴിഞ്ഞാൽ ഒരു നല്ല തോർത്തെടുത്തിട്ട് വന്നേ, മുകളിലെ റൂമിലുണ്ട്. ഉച്ചയിലേക്കുള്ള സദ്യവട്ട പരിപാടിയുടെ തിരക്കിലാണ് എല്ലാവരും. മാലതി അത് പറഞ്ഞതും പാർവതി തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് പോയി. സ്റ്റെയർ കയറി അവൾ അറ്റത്തെ റൂമിലേക്ക് നടന്നു. പെട്ടെന്ന് 2 കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ഒരു റൂമിലേക്ക് കയറ്റിയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.